Welcome to Rainbow. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിൻസി ഫോട്ടോഗ്രാഫി. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് റെയിൻബോ സ്കീ ഫീൽഡിലാണ്. അപ്പോൾ ഒരു അടിപൊളി സ്ഥലമാണിത്. ഹലോ, വീണ്ടും ഒരു വീക്കെൻഡ് വന്നെത്തി. ഞങ്ങളിന്ന് ഒരു സ്കീ ഫീൽഡിലേക്കാണ് പോകുന്നത്. ബ്ലെനിംന്ന് റെയിൻബോ സ്കീ കാർ പാർക്കിലേക്ക് 1.25 മണിക്കൂറാണുള്ളത്. അവിടുന്ന് അവരുടെ ഷട്ടിൽ സർവീസ് ഉണ്ട്. അത് 9 മണിക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ 6:30 തന്നെ ഇറങ്ങി. സൂര്യനൊക്കെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മൾ ഏകദേശം 8:45 താഴെ കാർ പാർക്കിങ്ങിലെത്തി. ഇവിടുന്ന് അറൗണ്ട് 45 മിനിറ്റ്സ് മുകളിലേക്ക് ഉണ്ട്, മേ ബി 30 to 45 മിനിറ്റ്സ്. നമുക്ക് സ്വന്തമായിട്ട് 4 വീൽ അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് കാർസ് ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ടേക്ക് പോകാം. ഏകദേശം ഈ ഒരു പോയിന്റിൽ നമ്മൾ സ്നോ ചെയിൻ ഇടണം എന്നുള്ള റൂളേ ഉള്ളൂ. അത്യാവശ്യം നല്ല സ്കാരി ആയിട്ടുള്ള ഒരു ടെറൈനിലേക്ക് കൂടിയാണ് ഈ വണ്ടി ഇപ്പോൾ അവർ ഓടിക്കുന്നത്. ഈ റെയിൻബോ സ്കീയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഷട്ടിൽ സർവീസൊക്കെ ഓടിക്കുന്നത് ലേഡീസാണ്. അങ്ങനെ ചെറിയ ചെറിയ സ്നോസൊക്കെ കണ്ടു തുടങ്ങി. പക്ഷേ വിചാരിച്ചത്ര ഇല്ലയെന്ന് നമുക്ക് ഇവിടെ തന്നെ മനസ്സിലായി. കാരണം ഒരു 2 years ബാക്ക് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഈ ട്രാക്ക് ഫുള്ളി സ്നോ ആയിരുന്നു. ചെറിയ വണ്ടികൾക്ക് സൈഡ് കൊടുത്ത് നമ്മൾ ഈ വാൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെയിൻബോ സ്കീ ഫീൽഡ് വിൻ്റർ സീസണിൽ മാത്രമാണ് ഓപ്പൺ ആകുന്നത്. ഇതൊരു പ്രൈവറ്റ് റോഡാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നതിന് മുമ്പിൽ തീർച്ചയായിട്ടും അവരുടെ വെബ്സൈറ്റിൽ ഈ റോഡ്സ് ഓപ്പൺ ആണെന്ന് നോക്കണം. നമ്മളങ്ങനെ മൗണ്ടിൻ്റെ ടോപ്പിലെത്തി. എല്ലാവരും വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് ഇവിടെ പോയി റെൻ്റൽസിൽ നിന്ന് നമുക്ക് സ്നോ ബൂട്ട്സും അതുപോലെ തന്നെ സ്കീയിങ്ങിനുള്ള ഗിയേഴ്സൊക്കെ റെൻ്റ് ചെയ്യണം. നമ്മൾ വണ്ടിയിലെ മിക്കവരടുത്തും സ്വന്തമായിട്ട് ഗിയേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഹെൽമെറ്റും സാധനങ്ങളൊക്കെ അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്നോ മൗണ്ടനിൽ വരുമ്പം ഒരു ഷെയ്ഡ്സ് അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഇടണം. കാരണം അല്ലെങ്കിൽ സ്നോ ബ്ലൈൻഡ്നെസ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പം റെൻ്റൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂവിലാണുള്ളത്. വലിയ തിരക്ക് കാണുന്നില്ല, പക്ഷെ ആൾക്കാർ ഇനി ഉച്ചയാകുമ്പോഴേക്ക് വരുമായിരിക്കും. Welcome to Rainbow. നമ്മൾ ലെസൺസ് എടുത്തായിരുന്നു, പക്ഷേ റെൻ്റൽസ് എടുക്കുമ്പോഴേക്കും ലേറ്റായിപ്പോയി. അത് കാരണം ഇനി 10 മണിക്കുള്ള ലെസൺസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മിക്കവാറും ഇനി 12:30 അടുത്ത ബാച്ചിലാണ് നമ്മളെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ജെയ്ഡൻ ആണെങ്കിൽ സെപ്പറേറ്റ് ലെസൺസ് എടുക്കണം. അവന് under 5 വരുന്ന കുട്ടിയൊക്കെ അല്ല, under 7 പ്രൈവറ്റ് ലെസൺസാണ്. പിന്നെ നമ്മളെ പോലത്തെ അഡൾട്ട്സിന് ഗ്രൂപ്പ് ലെസൺസ് ഉണ്ട്, പ്രൈവറ്റ് ലെസൺസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ചൂസ് ചെയ്തത് പ്രൈവറ്റ് ലെസൺസ് അല്ല, ഗ്രൂപ്പ് ലെസൺസിനാണ്. അതിന് എനിക്ക് വന്നത് അറൗണ്ട് $180 ആണെന്ന് തോന്നുന്നു. ജെയ്ഡൻ ഓൾറെഡി അവൻ്റെ കലാപരിപാടികൾ തുടങ്ങി. അവനൊരു കുറച്ച് സ്നോ ഒക്കെ ഉള്ള സ്ഥലം നോക്കി അവൻ്റെ സ്നോമാൻ ബിൽഡ് ചെയ്യേണ്ട പരിപാടിയിലേക്ക് അവനെത്തി. ഇതുണ്ടാക്കി വന്നപ്പോൾ സ്നോമാനാണോ അല്ലെങ്കിൽ ഡക്കാണോ എന്ന് ഒരു സംശയം. ഈ വർഷം സ്നോ കുറവായതുകൊണ്ട് എല്ലാ ഏരിയയും ഓപ്പൺ ആയിട്ടില്ല. മിക്ക സ്ഥലത്തും അത്ര സ്നോ അങ്ങോട്ട് കവറായില്ല. അപ്പം പണ്ടാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നല്ലോണം
സ്നോ എടുക്കാനും കളിക്കാനൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം അത് നല്ല കുറവാണ്. ജെയ്ഡൻ ഓൾറെഡി അവൻ്റെ ലെസൺസ് സ്റ്റാർട്ട് ചെയ്ത്, അതേപോലെ തന്നെ ഞാനും അപ്പുറത്തെ സൈഡിൽ നിന്ന് എൻ്റെ ലെസൺസും തുടങ്ങി. നിങ്ങളിപ്പോൾ കാണുന്നത് അവനെ സ്കീ സ്റ്റോപ്പ് ചെയ്യേണ്ട ട്രിക്ക് പഠിപ്പിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് മെയിനായിട്ട് പഠിക്കേണ്ട സംഭവം. പക്ഷേ അവനത് ഓപ്പോസിറ്റ് സൈഡാണ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ ബാഗിൽ പോകുന്ന യെല്ലോ ജാക്കറ്റ് ഇപ്പം വീഴും, അത് ഞാനാണ്. എന്നെ അപേക്ഷിച്ച് ജെയ്ഡനായിരുന്നു കൂടുതൽ ബെറ്റർ. അവൻ പെട്ടെന്ന് പഠിക്കുകയും ചെയ്തു. ഏകദേശം 40 മിനിറ്റ്സിനുള്ള ക്ലാസ്സിൽ അവൻ നല്ലോണം പെർഫോമും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്കീ ചെയ്ത് അത്യാവശ്യം നല്ല ടയർഡായി. അപ്പോൾ ഇത് ഈ മൗണ്ടൻ്റെ മുകളിൽ തന്നെ ഒരു കഫേ ഉണ്ട്. നമ്മൾ അവിടെ വന്നിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ഞാനൊരു പയ്യും അതുപോലെ ജെയ്ഡനൊരു കപ്പ് കേക്ക് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കഫേ എന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആണിത്. ഈ കഫേ നല്ല വാമാണ്. നമ്മൾ കഫേയിൽ നിന്ന് ഫുഡ് കഴിച്ചു, അതിനുശേഷം നേരെ റിട്ടേണുള്ള വണ്ടിയിലേക്ക് കയറി. നമ്മൾ രാവിലെ 9 മണിക്കാണ് താഴ്ന്ന് മുകളിലോട്ടേക്ക് വന്നത്. റിട്ടേൺ വണ്ടി ഉള്ളത് വൈകുന്നേരം 3 മണിക്കാണ്. നമ്മളെ ഡ്രൈവർ അടിപൊളിയാണ്. പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ടാണ് വണ്ടി ഹാൻഡിൽ ചെയ്യുന്നത്. അതോടൊപ്പം അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വയർലെസ് സിസ്റ്റമൊക്കെ വണ്ടിയിൽ തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്തി. നമ്മൾ ഈ കാർ പാർക്കിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ ഷട്ടിൽ സർവീസ് കയറിയത്. പക്ഷെ ആ സമയത്ത് നല്ല തിരക്കും അതുപോലെ തന്നെ ക്യാമറയൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള പാട് കാരണം നമ്മൾ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കാർ പാർക്ക്. മുന്നിൽ കാണുന്ന 2 വണ്ടിയാണ് ഓഫ് റോഡിങ്ങിന് ഇവർ യൂസ് ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ കിരൺ സൈനിങ് ഔട്ട്.